Hi friends, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ ബ്രോക്കൺ വീറ്റ് കിച്ചടി ഉണ്ടാക്കാം. നമ്മുടെ സാധാരണ കിച്ചടി അല്ല, അതൊരു കറിയാണ്. പക്ഷേ ഇതൊരു ഹോൾ മീലാണ്. നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ഹോൾ മീലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അപ്പോൾ നമ്മുടെ ഹെൽത്തി കിഷ്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് ചെറുപയർ പരിപ്പും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലോട്ട് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് കുതിർക്കാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വെള്ളം കളഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളിത് പ്രഷർ കുക്കറിലാണ് കിഷ്ടി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാക്കാം. ഇപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജീരകവും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി കുറച്ച് കായപ്പൊടി, 1/4 ടീസ്പൂണൊന്നും ഞാൻ എടുത്തിട്ടില്ല, വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ കടുകും ജീരകമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി നമുക്കിതിലോട്ട് 1 ഉണക്കമുളക് 2ആയിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിവേപ്പിലയും മുളകും എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച നുറുക്ക് ഗോതമ്പും ചെറുപയർ പരിപ്പും ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കണം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടി പിടിച്ചു. അതുകൊണ്ട് ഒരു ലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ അത് നോക്കിയിട്ട് ചെയ്യുക. ഇട്ടതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരും. ഇപ്പോൾ നല്ല വഴണ്ടിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ പൊടികളുടെയൊക്കെ ഒരു റോ ടേസ്റ്റ് മാറാൻ വേണ്ടി ഒന്നും കൂടി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഇപ്പോൾ ആഡ് ചെയ്യുന്നത് ക്യാരറ്റാണ്. ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു പകുതി പൊട്ടറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് ഒരു നല്ല വലിയ സൈസുള്ള ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇനി ഗ്രീൻ പീസോ ഒക്കെ ആഡ് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ആഡ് ചെയ്യുവാണ്. ഞാനിപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുവാണ്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലൊരു മണം മൊത്തത്തിൽ വരും. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിളൊക്കെ നമ്മൾ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ച് വേവിക്കേണ്ടി വേണ്ടത്. ഞാനിപ്പോൾ 3 കപ്പ് വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 3 വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് 3 വിസിലും വേവിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കിഷ്ടി ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് മല്ലിയില കൊണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ഒരു 3 പേർക്ക് കഴിക്കാനുള്ളത് വരും. ഒരുപാട് വയറ് നിറയെ കഴിക്കുന്നവരാണെങ്കിൽ 2 പേർക്ക് വരുള്ളൂ. അല്ലെങ്കിൽ ഒരു 3 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ളത് നമുക്കിതിന് കിട്ടും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ ബ്രോക്കൺ വീറ്റ് കിഷ്ടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ ബെസ്റ്റ് ഒരു ഡിഷാണ്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടൊക്കെ യൂസ് ചെയ്യാം. നമുക്കൊരു ഹോൾ മീലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ കറിയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വെയിറ്റ് ലോസിനൊക്കെ ശ്രമിക്കുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻറ്റ്സിലൂടെയും മെയിലിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനിയും ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസ് കാണാൻ വേണ്ടിയിട്ട് കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
അതുപോലെ തന്നെ കുക്ക് ഹോൾസമിൻ്റെ സെക്കൻഡ് ചാനൽ ഹോൾസം ടോക്ക് നിങ്ങൾ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൽ നമുക്ക് ഹെൽത്തി ഡയറ്റ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഹെൽത്ത് ടോക്സ് ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ വരും. ടേക്ക് കെയർ, ബൈ.